ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടി അംഗീകരിച്ചിട്ടുള്ള ഭംഗിയായി നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണം മുൻപോട്ട് പോവുകയും അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുതിയ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഇതിൻ്റെ ഒരു വികാസമോ വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുമല്ലോ. ലോകത്തിലെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. എനിക്കാകെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ ഒരു നേരിയ വിയോജിപ്പ്, അങ്ങനെ വലിയ തർക്കമൊന്നുമല്ല, പക്ഷേ ഒരു വിയോജിപ്പുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം വളരെ മുതിർന്ന, നമ്മൾക്കൊക്കെ ബഹുമാനവും സ്നേഹവും ഉള്ള നേതാവാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ ഈ പ്രതികൾ അവരുടെ രാഷ്ട്രീയ ബന്ധം അതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പറയും. നോക്കൂ, വേണമെങ്കിൽ എനിക്കും ഇപ്പോൾ പറയാം, ഇപ്പോൾ 10-11 പ്രതികളാണല്ലോ വന്നിരിക്കുന്നത്, 8-10 പേര് ജയിലിലുമാണ്. അതിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരുടെ രാഷ്ട്രീയ ബന്ധം എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവായിരുന്ന ആൾ, അങ്ങനെ ബൈജു മുതൽ ശ്രീകുമാർ വരെയുള്ളവരുടെ പേരുകൾ പറഞ്ഞിട്ട് കോൺഗ്രസ് ബന്ധം എന്നെനിക്ക് ആരോപിക്കാൻ പറ്റും. പക്ഷെ ഞാനതിനൊന്നും മുതിരുന്നേയില്ല. നമ്മുടെ പ്രശ്നം ഇതിലിപ്പോൾ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിട്ടുള്ളവർ, അവരുടെ പേരിലുള്ള കുറ്റപത്രം വന്ന് അവരുടെ കുറ്റത്തിൻ്റെ അനുപാതമനുസരിച്ച്, അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അങ്ങനെ, അത് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ.